ഗർഭകാലത്ത് ഗർഭപാത്രത്തിനകത്ത് നമ്മുടെ കുഞ്ഞ് വളരുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാരം മുഴുവൻ താങ്ങുന്നത് കാലുകളാണ്. ഇത് നമ്മുടെ രക്തക്കുഴലുകളിലെല്ലാം തന്നെ സമ്മർദ്ദമുണ്ടാക്കും. ഇതുകൊണ്ട് തന്നെ കുറച്ച് നീര് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ നീര് പ്രശ്നക്കാരനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മൾ പറയാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും നീരില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നീര് കണ്ടത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധിക നേരം ഒരേ രീതിയിൽ നിൽക്കാതിരിക്കുക. കഴിയുന്നതും മാക്സിമം ഇരുന്ന് ജോലികൾ ചെയ്യുക. ഇരിക്കുമ്പോൾ കാല് എന്തിൻ്റെയും മുകളിലൊന്ന് കയറ്റി വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ നീരിന് നല്ല മാറ്റമുണ്ടാവും. മുഴുവൻ സമയവും നീരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആൽബുമിൻ്റെ അളവ് ചെക്ക് ചെയ്യണം. അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും പ്രഷർ കൂടുതലായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് സ്വാഭാവികമായും രക്തയോട്ടം കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ നേരം തുടർച്ചയായി ഇരിക്കുകയും നിൽക്കുകയും ഒന്നും ചെയ്യരുത്. മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ ഒരിക്കലും ഹൈ ഹീൽ ചെരുപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. തേർഡ് ട്രൈമസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ സമയത്ത് ഗർഭിണികൾ 9 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതാണ്. രാത്രി ഒരിക്കലും നേരം വൈകി ഉറങ്ങാൻ പാടില്ല, നേരത്തെ ഉറങ്ങണം. അതുപോലെ തന്നെ ഇടതുവശം ചരിഞ്ഞ് മാത്രം കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് രക്തയോട്ടം സുഗമമാക്കുന്നതിനും മലബന്ധം, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വളരെ ഉത്തമമാണ്. ഗർഭിണികൾ പൊതുവെ ധാരാളം വെള്ളം കുടിക്കണം. എന്നാൽ ഇങ്ങനെ നീരിൻ്റെ പ്രോബ്ലം ഉള്ളവർ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. കിടക്കുമ്പോൾ കാലൽപ്പം ഉയർത്തി വെച്ച് കിടക്കുന്നത് നീര് കുറക്കാനായിട്ട് സഹായിക്കും. ഒരു തലയണയോ മറ്റോ വെച്ച് അതിന് മുകളിലേക്ക് കാല് വെച്ചിട്ട് കിടന്നുറങ്ങാം. ഇനി ഇങ്ങനെ ഈ നീര് മൂലം നിങ്ങൾക്ക് നടക്കാനും മറ്റും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റെമഡി പറഞ്ഞുതരാം. ഒരു സ്പൂൺ മല്ലി എടുത്തിട്ട് തലേ ദിവസം കുതിർത്തി വെക്കുക. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം ആ വെള്ളം കുടിക്കുക. അതുപോലെ ധാരാളമായി കുക്കുംബർ, ആപ്പിൾ, ഓറഞ്ച് എന്നിവ കഴിക്കുന്നതും ഇതിന് കുറക്കാനായിട്ട് നേരിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ കാല് ഒരു 15 മിനിറ്റ് മുക്കി വെക്കുന്നതും നീര് കുറയാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ കർപ്പൂര തുളസിയിട്ട് കാച്ചിയ എണ്ണ കൊണ്ട് കാല് നന്നായി മസാജ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. നീരുള്ളവർ കാപ്പിയുടെ ഉപയോഗം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നീര് മാറ്റാനുള്ള മറ്റൊരു ഒറ്റമൂലി നമുക്ക് പരിചയപ്പെടാം. ഈ പിക്ചറിൽ കാണുന്നതാണ് ബസലച്ചീര അല്ലെങ്കിൽ വള്ളിച്ചീര എന്നറിയപ്പെടുന്ന ചീര. ഇത് 150 ഗ്രാം എടുക്കുക. 3 അല്ലി വെളുത്തുള്ളി, 10 കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 250 ഗ്രാം വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായത്. വെള്ളം നന്നായി തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ ചീരയും വെളുത്തുള്ളിയും കുരുമുളക്, ജീരകം തുടങ്ങിയവ നന്നായി ചതച്ച് ഇതിലേക്ക് 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ചൂടാറിയ ശേഷം ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. ഇതിൽ ചതച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ചവച്ചരച്ച് കഴിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നീര് അപ്രത്യക്ഷമാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗർഭകാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശക്തമായ രീതിയിൽ നീരുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൈകളിലും മുഖത്തൊക്കെ പെട്ടെന്ന് നീര് വരികയാണെന്നുണ്ടെങ്കിൽ അത് രക്തസമ്മർദ്ദത്തിൻ്റെ സൂചനയാകാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗർഭിണികളായ എല്ലാവർക്കും തന്നെ വളരെയധികം യൂസ്ഫുള്ളായ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.